ഇതിനൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ തേക്ക് കൊണ്ട് കുറച്ച് ചെയ്തിട്ടുള്ള സ്റ്റെയറാണ്. ഇത് സത്യം പറയുകയാണെങ്കിൽ തേക്കല്ല കേട്ടോ. എങ്ങനെയുണ്ട്? അസർവയുടെ നോപ്പൂഡാണ്. 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അസർവയുടെ നോപ്പൂഡിന്റെ ലുക്ക് ഒന്ന് കണ്ടു നോക്ക്. അതാണ് എന്നോട് ആളുകൾ ചോദിക്കും വുഡൻ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് എങ്ങനെയെന്നൊക്കെ. എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അസർവയുടെ നോപ്പൂഡ് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ 20 mm 40 mm തിക്നെസ് ഉള്ള മരത്തിന്റെ തേക്കിന്റെ പീസ് കൊടുന്ന് വെച്ച പോലെ ഉണ്ട്. അതിന് റൈസർ ആയിട്ട് മൊറോക്കൻ ടൈൽസ് കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഒരു വീടിനെ മൊഞ്ചാക്കാൻ സാധിക്കുന്നത്. സിൽവാനെ സെലക്ട് ചെയ്യാൻ ആർക്കിടെക്റ്റും എഞ്ചിനീയേഴ്സും സെലക്ട് ചെയ്യാൻ തന്നെ കാരണം, അല്ലെങ്കിൽ എൻഡ് യൂസർ ആയിട്ടുള്ള വീട്ടിലെ ക്ലയന്റുകൾ സെലക്ട് ചെയ്യാൻ കാരണം കൊടുക്കുന്ന മെറ്റീരിയൽസിന് ആ കൊടുക്കുന്ന കാശിനുള്ള ഭംഗി ഉണ്ടാവും. എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീട്ടില് നമ്മൾ കണ്ടല്ലോ, ലിവിംഗ് സ്പേസും ഡൈനിങ് ഹാളൊക്കെ ഒരു ചെറിയ സ്പേസിൽ 2000 സ്ക്വയർ ഫീറ്റിൽ വീട് എടുക്കുമ്പോൾ എല്ലാ സ്പേസുകളും കുറവായിരിക്കും. പക്ഷെ അത് വലിയ ഡെപ്ത് തോന്നിക്കൽ ആർക്കിടെക്റ്റിന്റെ കഴിവുകളാണ്. മുകളിൽ ഒരു വലിയൊരു വിൻഡോ കൊടുത്തുണ്ടാവും, അപ്പൊ അവിടെ നല്ല പ്രകാശം കിട്ടും. മറ്റത് ഫുൾ ലെങ്ത് ഹൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത ഫ്ലോറിന് ഹാഫ് കട്ട് ചെയ്ത് കൊടുത്തു. അതോടുകൂടെ ഭയങ്കര സ്പേസ് ആയി. ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ വിശാലമായിട്ടുള്ള ഒരാളിരിക്കുന്ന ഒരു ഫീലാണ്. അതിന് വാഷ് ബേസും കിട്ടിയല്ല. വാഷ് ബേസിന് കൊടുത്തത് പോലും വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസകരമായിട്ട് വാഷ് ബേസും കൊടുത്തു. അതാണ് പറഞ്ഞത്, എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വീടിനെ ഭംഗിയാക്കുന്നത്. നല്ല മൊറോക്കൻ ടൈൽസുകൾ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിന്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്.